അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കണ്ടേ? നമുക്ക് കർഷകരെ ആദരിക്കണ്ടേ? പിന്നെ കർഷകരെ ആദരിക്കലാണല്ലോ ചടങ്ങ്. എന്നിട്ട് അതിനെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആദരിക്കുന്ന ആൾക്കാരാർക്കാന്ന് അറിയോ? അല്ല, അതിന് കർഷകർ വേണല്ലോ അല്ലേ? ആ, നീ അവരോട് വിളിച്ച ഇങ്ങോട്ട് വരി, കഴിഞ്ഞില്ല. ശരി ഉണ്ടോത്തിരി, വാ വാ വാ, വിളിക്ക്, സാറ് വിളിക്കും. നമ്മളെ തിന്നണേം കുടിക്കണ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം ചർച്ച ചെയ്തില്ല. എന്താ? കർഷകരെ ആദരിക്കണ്ടേ? അതാണല്ലോ. അതെ, അതിന് കർഷകർ വേണ്ടേ? അത് ശരിയാണ്. നമ്മളൊരു 10 കർഷകരെങ്കിലും ആദരിക്കണം. അപ്പൊ അവരെ കണ്ടെത്തിയിട്ട് നമ്മൾ പോയി ക്ഷണിക്കണം. ആ, അത് വേണം. അത് പല പേർക്ക് അവാർഡ് കൊടുക്കണം, പലതരത്തിലുള്ള അവാർഡുകൾ. ഏതൊക്കെയത്? അതായത് മികച്ച കർഷകനുള്ള അവാർഡ് കൊടുക്കണം, പിന്നെ നെൽകർഷകനുള്ള അവാർഡ് കൊടുക്കണം, ജൈവ കർഷകനുള്ള അവാർഡ് കൊടുക്കണം, വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് കൊടുക്കണം, കർഷക തൊഴിലാളിക്ക് കൊടുക്കണം, യുവ കർഷകന് കൊടുക്കണം. ഇവർക്കൊക്കെ നമ്മൾ മൊമെന്റോ മേടിക്കണം, എന്നിട്ട് കൊടുക്കണം. പൊന്നാട വേണ്ടേ? പൊന്നാട വേണം, സർട്ടിഫിക്കറ്റ് വേണം. സാറേ, ഏതായാലും നമ്മ ഇത്രയെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ഒരു പുതിയ അവാർഡ് കൂടെ കൊടുത്ത് തീരുമാനിച്ചാലോ? അപ്കമിങ് കർഷകൻ അപ്കമിങ് നല്ലതാണ്. നല്ലതാ. അല്ല, അത് നമ്മൾ തീരുമാനിച്ച പറ്റില്ല, അത് ഓർഡർ വരണം. ഓർഡർ വന്നല്ലോ സാർ. എന്റെ അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഇതിന് എത്ര ഫണ്ടുള്ളത്? ഫണ്ട് നമുക്ക് 5000 റുപ്പീസ് അനുവദിച്ചിട്ടുണ്ട്. 5000 റുപ്യോ? കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, അതിന് കുറവൊന്നുമില്ല. ആനേന്റെ കാര്യം പറഞ്ഞില്ല ഉണ്ണി? ആനന്റെ പിണ്ടി കിട്ടും 5000-ന്? എന്താ നിങ്ങള്? എന്റെ മൊയ്തു സാർ, അത് സർക്കാർ അനുവദിച്ച പൈസ അല്ലേ? നമ്മളൊരു 5 ലക്ഷം റുപ്യെങ്കിലും പിരിക്കണം, സ്പോൺസറെ കണ്ടെത്തണം. നമ്മള് കണ്ടെത്തണം. അത് 5 ലക്ഷത്തെ കൂടുതൽ നമുക്ക് കിട്ടിയെന്ന് വെക്കാം, ഈ 5000 മാറ്റി വെക്കാം. ഓ, നടന്ന അതാണ് നമ്മുടെ ജോലി, അത് നമ്മൾ ചെയ്യണം. പിന്നെ മൊയ്തു സാറേ, ഈ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം മൊയ്തു സാർ കൊടുക്കണം, നാളെ തന്നെ പത്രത്തിലല്ലേ? അത് ഞാൻ കൊടുത്തോളാം. ഓക്കെ, അപ്പൊ എന്നാ ശരി. ശരി, 5000 റുപ്യ ചിക്കൻ കറി ബിരിയാണി ഒഴിവാക്കിട്ട് കഞ്ഞി കുടിക്കാം, അതാ നല്ലേ. നിങ്ങളെല്ലാം വന്ന് ഫോട്ടോ എടുത്ത് അവരുണ്ടാളെ ഇനി എന്റെ കൃഷി നശിച്ചതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവരാടെ വന്നിനി. ഞാൻ അവരെ ഇവരാടെ വന്നിട്ട് തെങ്ങിന്റെ അടുത്തും വായന്റെ അടുത്തും മറ്റേ ഇതും നശിക്കാതെ വായയുടെ അടുത്തും തെങ്ങിന്റെ അടുത്തും പിന്നെ കല്യാണ ഫോട്ടോ എടുക്കും പോലെ ഫോട്ടോ എടുത്തിന് വന്നു. എന്റെ നശിച്ച കൃഷിന്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഫിലിം സിറ്റിയാ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ പറമ്പിലേക്ക് വരാൻ. എനക്കൊന്നും തിരിഞ്ഞിട്ടില്ല അത്. മൊയ്തു സാറേ, ഒന്നിട്ട് വന്നേ. അല്ല മൊയ്തു സാറേ, ഇവരുടെ ഈ കൃഷി സ്ഥലം ഫോട്ടോ എടുക്കാൻ ആരാ പോയത്? അവിടെ മണ്ടുണ്ണിയാ പോയത്. മണ്ണുണ്ണിയാ? അല്ല, മണ്ടു ഉണ്ണിയും കൂടിയാ പോയത്. എന്നിട്ട് അവര് ഫോട്ടോ അല്ല, അത് ഒരു ഫോട്ടോ എടുത്തില്ല, ഇയാളെ ഫോട്ടോ വന്നില്ല. എന്നിട്ട് സാറാണ് അവരോട് വേറെ ഫോട്ടോ? അല്ല, ഞാനല്ല, ഒരെന്നെ വിളിച്ചു പറഞ്ഞത് ഫോട്ടോ എടുത്ത് കൃഷി സ്ഥലത്തിന്റെ ഫോട്ടോ കൊണ്ടുവന്നു. ഫോട്ടോ ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിലേക്ക് കൊടുത്താൽ. അതിപ്പോ എനിക്ക് എപ്പോഴും നഷ്ടപരിഹാരം എനിക്ക് വേണമല്ല. അല്ല, കാരണം അത് ഇപ്പൊ കിട്ടില്ല. നിങ്ങൾ അപേക്ഷ കൊടുക്കുക, അപേക്ഷയുടെ കൂടെ അവര് വന്നെടുത്ത ഫോട്ടോ കൂടി വെക്കണം. ആ ഫോട്ടോ ശരിയല്ലാഞ്ഞിട്ടാണല്ലോ ഈ ഇതില് ഫോണിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഇനി ഇവർ ഈ ഫോട്ടോ എടുത്തിട്ട് അതും ആ അപേക്ഷയും കൂടിയിട്ട് അയക്കും. എന്നിട്ട് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരും. എപ്പം കിട്ടലേ? അത് കിട്ടിയ ഒന്ന് അറിയിച്ചേക്കും. അത് ഈ കൃഷി ഇനി അടുത്ത കൃഷി കിട്ടുക? അല്ല, സർക്കാരിന്റെ കാര്യം. പക്ഷെ അധികം വഴുകില്ല, ഒന്ന് വേറെ അധികം വൈകില്ല. വരി, ചെന്നോളൂ, അവിടെ ചെയ്യാം. അവിടെ കൊടുക്കുക ആ അപേക്ഷയുടെ കൂടെ. പണിയാ ഇതെല്ലാം. നിങ്ങളതിന്നേ വാട്സപ്പിലേക്ക്, മണ്ടുവിന്റെ വാട്സപ്പിലേക്ക്, മണ്ടുവാ വാട്സപ്പിലേക്ക് ആ ഫോട്ടോ ഒന്ന് ആയിക്കോട്ടെ. മണ്ണുണ്ണി തന്നെ അവര്. സാറേ, നമ്മൾ ഇത്രയും പറഞ്ഞിട്ടേ കർഷകരുടെ അപേക്ഷ വളരെ കുറവാട്ടോ. ആണോ? ഇതെന്താ ആർക്കും ആദരവും അവാർഡൊന്നും വേണ്ടപ്പോ എന്ന് സാറെങ്കി പറയുന്നത്? 15 കൊല്ലല്ലേ അമ്മ അവാർഡ് കൊടുക്കുന്നത്. ഇനി പഞ്ചായത്തിൽ ആരെങ്കിലും ഉണ്ടാ ബാക്കി? വെറുതെ കൈക്കോട്ട് പിടിച്ചോനെ അടക്കം നമ്മ കൊടുത്തു. എന്തിനു പറയുന്നത്? എന്റെ അച്ഛനടക്കം കൊടുത്തില്ലേ സാറേ? ഇനിയിപ്പോ എന്ത് ചെയ്യും മണ്ടു? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ ആ രാഘവൻ ചേട്ടനില്ലേ, പുള്ളിക്ക് കൊടുത്താലോ? മൂപ്പർക്ക് നമ്മൾ കൊടുത്തതല്ലേ. ഇനിയും കൊടുക്കാന്ന് പറഞ്ഞ ഇനിയൊരു 3 കൊല്ലം കഴിയട്ടെ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ ബുദ്ധിമുട്ടാവും. ഒരാളെ കണ്ടുപിടിച്ചില്ലെങ്കിലേ. എം എൽ എ പറഞ്ഞിരുന്നു. ഞാനിവിടെ എത്തിയിട്ടുണ്ട്.
അവിടെ എത്തിണ്ടാ എന്നാ സ്റ്റെപ്പ് കയറിയിട്ടേ ഇങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോ അവിടെ കൃഷി ഓഫീസ് എന്ന് പറഞ്ഞൊരു ഏരോട്ടുണ്ടാവും വലതുവശത്തേക്ക് അത് ഇങ്ങോട്ട് വന്നാൽ മതി. അയ്യോ ഇവിടെ ലിഫ്റ്റില് ഞാൻ അമേരിക്കയിലാണ്, എനിക്ക് സ്റ്റെയർ കയറി അങ്ങനെ ശീലമില്ല. താഴത്തേക്ക് വരാൻ അല്ല ഫസ്റ്റ് പറ്റും? ഫ്ലോറിലാണ്, ഫസ്റ്റ് ആണ്. എനിക്കൊരു ജെറ്റ് ലാഗ് ഉണ്ട്, ഞാൻ വന്ന് ഇറങ്ങിയുള്ളൂ. സാർ ഒന്ന് താഴത്തേക്ക് വരുമോ? അല്ല എന്തായാലും സാർ ഇവിടെ ഓഫീസ് വരെ എത്തിയതല്ലേ, വന്നാൽ നമുക്ക് എല്ലാവരും ഒന്ന് കാണായിരുന്നു. എന്തൊരു കഷ്ടമായി പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട് സാർ, ഒന്നും ഇങ്ങോട്ട് വരും. അമേരിക്കന്നാ MLA പറഞ്ഞിട്ടുള്ള ഒരു കർഷകനാ. അപ്പൊ നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം ആദരിക്കുന്നുണ്ടല്ലോ, മൂപ്പരൊന്ന് ആദരിക്കാം. അമേരിക്കക്കാരന് അല്ല അതിപ്പോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കല്ലേ നമ്മളെ അവാർഡ് കൊടുക്കണത്. വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ കൃഷി ചെയ്തിരുന്ന കുടുംബക്കാരാണ് അവര്. ഇപ്പൊ അമേരിക്കയിലാണ്. MLA പറഞ്ഞല്ലേ, എന്തായാലും നമുക്ക് ആള് ലിസ്റ്റിൽ വന്നിട്ടൊന്നുമില്ലല്ലോ. വേറെ ആരും വന്നില്ല. അല്ല അയാൾ അവിടെ എന്താ അയാള്? കർഷകനാണ്. എന്ത് കർഷകൻ? അതപ്പോ വരും, ആള് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ. നമുക്ക് എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. MLA നേരിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നോട്ടെ. MLA പറഞ്ഞല്ലേ പിണക്കണ്ട. നമസ്കാരം. MLA വിളിച്ചിരുന്നു സാറേ. മുഖത്തിനെ കാണിക്കാൻ. നമസ്കാരം. ഒരു ജെറ്റ് ലാഗ്. ഹലോ, വിളിക്കാം. ഞാനൊരു ഓഫീസിലാണ്, ഞാൻ വിളിക്കാം. ഓക്കെ. വൈഫാ എൻ്റെ കൂടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഒരു ഓഫീസിലുള്ള ഒരു ഡീലിങ്ങിന് വരണ്ട. ഒന്നാമത്തെ AC ഇല്ല. ഇതൊന്നും ഇപ്പോഴും AC ആയില്ല അല്ലേ? AC വരൂ. സഹിക്കാൻ പറ്റില്ല. അമേരിക്കയിലൊക്കെ പശുവിന് വരെ AC ആണ്. ഒരു കവിന് 1.5 AC ആണ്, 1.5 ടണ്ണിന്റെ. നിങ്ങളൊക്കെ സമ്മതിക്കണം. സാറിരിക്കും. കൃഷി ഓഫീസർ സുഗതൻ സാറ്, ഞാൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മൊയ്തു. നമസ്കാരം. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഇൻട്രസ്റ്റ് ആണ് കൃഷിയിൽ, വൈഫിന് ഇൻട്രസ്റ്റ് ആണ്, വൈഫിന്റെ ഫാദറിന് ഇൻട്രസ്റ്റ് ആണ്. അല്ല സാറിപ്പോ അവിടെ എന്ത് കൃഷിയാ നടത്തുന്നത്? I have 5,000 above cow farm, big farm. ഓ അപ്പൊ ക്ഷീര കർഷകനാണ്. അല്ലല്ല, ക്ഷീര കർഷകനല്ല, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഓ അവിടുത്തെ. ഈ അമേരിക്കയിൽ കറവയൊക്കെ എങ്ങനെയാ? കറവ ഇംഗ്ലീഷ് എന്താ? കറവന്റെ ഇംഗ്ലീഷ് കറവേന്റെ ഇംഗ്ലീഷാ അതറിയില്ല. എന്താ കറവന്റെ ഇംഗ്ലീഷ്? കറവ കുറെ നാളായി പോയിട്ട് അപ്പൊ മലയാളം നോക്കുന്നുണ്ട്. കറവാന്ന് എവിടെയോ. പശുവിനെ കറക്കൽ. മിൽക്കിംഗ് ദ കൗ. മിൽക്കിംഗ് ദ കൗ. മിൽക്കിംഗ് ദ കൗ. മിൽക്കിംഗ്. അതെങ്ങനെയാ അവിടെ? അവിടെ മെഷീൻ ഉണ്ടല്ലോ, മെഷീൻ സക്കിംഗ്. മിഷൻ ഫിറ്റിംഗ് അഗിഡ് മിഷൻ ഫിറ്റിംഗ് സക്കിംഗ് മിൽക്ക്. അങ്ങനെ ആയിട്ടില്ല പുവർ കൺട്രി. എന്തായാലും ക്ഷീരകർഷകൻ, ഏറ്റവും നല്ല ക്ഷീരകർഷകനെ നമ്മൾ ആദരിക്കാം. അങ്ങനെയുള്ള ഒരു ആദരവാണ് ഞങ്ങളേ. ഏതൊരു വിജയത്തിന്റെ പിന്നിലും വൈഫ് ഉണ്ടാവുമല്ലോ. വൈഫ് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു? വൈഫ് അർഹതപ്പെട്ടതാണ്. വൈഫ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാത്തിനും. ഒപ്പം നമ്മുടെ വളർച്ചയുടെ പിന്നില് വൈഫാണ്. അവൾക്കും കൂടി പറഞ്ഞു. ഞങ്ങള് മറ്റേ സിൽക്കിന്റെ ഇത് വെച്ച് പുതപ്പിക്കണം, രണ്ടാളും ചേർത്ത്. പൊന്നാട രണ്ടുപേരും ചേർത്ത് തിളങ്ങുന്ന സാറേ. ഈ ആദരിക്കുന്ന പരിപാടിക്ക് ഫണ്ട് വളരെ കുറവാണ്. ഫണ്ട് വറി ചെയ്യണ്ട, എത്ര ഫണ്ട് വേണേലും നമുക്ക് ചെലവാക്കാം. നമ്മൾ ആദരിക്കണം. അതിനുള്ള ട്രോഫി ഞാൻ വാങ്ങിക്കൊണ്ടുവരാം, നല്ല പൊക്കമുള്ള ട്രോഫി വാങ്ങിക്കൊണ്ടുവരാം. എന്റെ ഫോട്ടോ വെച്ചത്, വൈഫിന്റെ ഫോട്ടോ വെച്ചത്. പിന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചിക്കൻ ബിരിയാണി. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി. പിന്നെ എത്ര കിലോമീറ്റർ കാണും നമ്മുടെ പഞ്ചായത്ത്? അത് എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും ഓരോ ഫ്ലെക്സ്. എന്റെ ഫ്ലെക്സ്, വൈഫിന്റെ ഫ്ലെക്സ്, എന്റെ ഫ്ലെക്സ്, വൈഫിന്റെ. അടിയിൽ ചെറുതായി MLA ഇരുന്നോട്ടെ, റെക്കമെൻഡ് ചെയ്തല്ലേ. പിന്നെ സാറേ, എന്റെ ഫാദറിനല്ലോ, വൈഫിന്റെ അച്ഛൻ, പുള്ളിയാണ് എന്നെ അവിടെ കാറ്ററിംഗ് സർവീസ് കൃഷിക്ക് വേണ്ടി അമേരിക്കയിൽ കൊണ്ടുപോയത്. അച്ഛനെ വിളിച്ചോളൂ, അച്ഛനെ ആദരിക്കാം. അച്ഛൻ ഭയങ്കര ഫാമറാണ്, ഭയങ്കര ഫാമർ. അച്ഛൻ മരിച്ചുപോയി, വൈഫിന്റെ അച്ഛൻ. ഒരിക്കലും അമേരിക്കയിൽ എന്റെ ഫാം കാണാൻ വന്നിരുന്നു. അപ്പൊ ഒരു പീച്ചിങ്ങയുടെ കുരു കൊണ്ടുവന്നു കേരളത്തിൽ നിന്ന്. അവിടെ പീച്ചിങ്ങയുടെ കുരു കുത്തി വള്ളി പടർത്തി ഒരു പീച്ചിങ് ഉണ്ടായി വന്നു, ഒരു വാണി പീച്ചിങ് ഉണ്ടായി വന്ന്. ഇത് കണ്ട് സന്തോഷത്തിൽ അറ്റാക്ക് വന്ന് ഫാദറിലോ ഡെഡായി.
അപ്പൊ പുള്ളിക്ക് ഒരു അവാർഡ് കൊടുത്താൽ ഇല്ല, മരിച്ച പിന്നെ അവാർഡ് കൊടുക്കാൻ പറ്റൂല. ഇവിടെ അതില്ല. അതല്ല ഈ മരണാനന്തര ബഹുമതി പോലെ എന്തെങ്കിലും പൈസ ഞാൻ മുടക്കാം? അല്ല അത് ഇവിടെ ഇല്ല സാറേ. ഇവിടെ ഇല്ല. അത് അമേരിക്കയിൽ അമേരിക്കാരെ എത്താ ഇപ്പൊ കൊടുക്കും. എന്തായാലും സാറിനും ഭാര്യക്കുള്ളൂ ഞങ്ങൾ ആദരിക്കൽ അന്നത്തെ ദിവസം ആദരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ മുഴുവൻ ചെലവും ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാ. അപ്പൊ ഒരുപാട് സന്തോഷം. ആ നമ്പർ ഒന്ന് മേടിച്ചു വെച്ചേക്ക്. സാറിന്റെ നമ്പർ ഒന്ന്. നമ്പർ ഒന്ന് എന്റെ അമേരിക്കൻ നമ്പർ വേണോ? ഇവിടുത്തെ ഇനിയിപ്പോ എന്തായാലും കഴിഞ്ഞാലേ കേരളത്തിലെ നമ്പർ 91 ചേർക്കണം. 9170805040. പിന്നെ കിട്ടിയില്ലേ 340 ചേർത്തോളൂ. അല്ല 1 2 3 4 5 മതിയാവുമല്ലോ. മതി മതി. നമ്പറിനൊരു പഞ്ചം കാണിക്കണ്ടല്ലോ, അമേരിക്കയിലല്ലേ. അപ്പൊ ശരി, അപ്പൊ വിളിക്കാം. ഓക്കെ. ഈ അമേരിക്കയിലെ കൃഷിഭവൻ ഓഫീസ് ഉണ്ടാവുമല്ലോ, ഇതുപോലെ തന്നെ. ഇതുപോലെ ഇല്ല, ലോക്കൽ ഓഫീസില്ല, കൂതറ സെറ്റപ്പേ അവിടെ ഇല്ല. എങ്ങനെ ഇരിക്കുന്നു ഇവിടെ? ഓക്കെ ഓക്കെ ശരി. എന്തൊരു മനുഷ്യനാണ് അതല്ലോ. രക്ഷപ്പെട്ടു. ഓ, എന്ത് ചെയ്യണം. സാർ, ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന്. സാറേ എവിടെ ശരി. ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന്. അപ്പൊ ആദരിക്കാനുള്ള 2 കർഷകരെ നമുക്ക് കിട്ടി. അതിന്റെ ഫണ്ടും കിട്ടി. ഇനി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മികച്ച കർഷകനുള്ള അവാർഡ് കൊടുക്കണം, കർഷകശ്രീ അവാർഡ്. അതിനൊരു കർഷകനെ കണ്ടെത്തണം. അതാർക്ക് കൊടുക്കും? അതും വേണം. അതിപ്പോ ആർക്കപ്പോ അത് കൊടുക്കാന്നുള്ളതിലാണ് ഇപ്പൊ ഒരു നമ്മുടെ ആളില്ലേ? ആ അതെ സാറേ, നമ്മളെ കർഷകൻ ശീതള ആ മതി, കർഷകനാണല്ലോ. മതി. മതി മതി. കർഷകനായാലും ആരായാലും ഒരാള് വേണം. അതെ, അയാളെ വിവരം അറിയിക്കും, പേപ്പർ റെഡി. ഞാൻ അറിയിച്ചോളാം. ശരി ശരി. പാളെ കിട്ടിയില്ലേ സാറേ? എല്ലാത്തിനും ഒരു പരിഹാരമായി. അതെ, ചിക്കൻ ബിരിയാണിയാണ് മെയിൻ. അയാളെ ഇങ്ങനെ ആക്കിയത് കണ്ടോ? എന്താ? കയ്യില് മോതിരം കാണിച്ചതാണ്. അപ്പുറത്തെ കയ്യിലൊരു തിളങ്ങണ കല്ല് കണ്ടോ? കല്ല്. ആ കല്ല് അതെന്തോ അത് ഭാഗ്യകല്ലാണ്. എന്തോ പ്രത്യേകത ഉള്ളതാ അത്. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്ത ഒരാൾ അമേരിക്കയിൽ പോയിട്ട് 5000 above cows പറഞ്ഞ എന്താണ്? 5000-ലേറെ പശുക്കളെ കറന്നാൽ കിട്ടുന്ന പാലെത്രയാ? പക്ഷെ അവാർഡ് കൊടുക്കുന്ന അന്ന് അയാൾ ആ കോട്ടും സൂട്ടെല്ലാം ഒഴിവാക്കണം. ഒരു തോർത്ത് കൊണ്ട് ഒരു ഷെഡി അങ്ങനെ എന്തും കിട്ടിട്ട് വന്നോട്ട്. അതൊക്കെ ഇവിടുത്തെ കർഷകരല്ലേ. ഇയാൾ അമേരിക്കയിലൊക്കെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് അവിടെയൊക്കെ അങ്ങനെയായിരിക്കും. പറഞ്ഞു കേട്ടില്ലേ, പശുക്കൾ വരെ AC-ലായിരിക്കണേന്ന്. നമ്മളിവിടെ ചൂടത്തിരുന്നു. എന്തായാലും പരിപാടി ഗംഭീരാവട്ടോ അത്. സാറേ, ഈ അമേരിക്കയിലെ പശു AC-യിലായിരിക്കുമല്ലോ. അപ്പൊ ഇനി വരുന്ന പാല് കട്ടി ആയിട്ടായിരിക്കുമല്ലേ? അങ്ങനെ കൊട്ട അതുണ്ടാവില്ല. അത് വെള്ളം പോലെ തന്നെയായിരിക്കും വരിക. AC-ലാന്നല്ലേ ഉള്ളൂ. ശീതളൻ നല്ല ഉറക്കാൻ തോന്നുന്നു. ആ നമസ്കാരം, ഞങ്ങൾ കൃഷിഭവൻ നിന്നാണേ. സാറേ മെല്ലെ വന്നാ മതി. സാറേ, എന്റെ കാശ് റെഡി ആയിണ്ടോ? പൈസേന്റെ അല്ല, അതിലും വലിയൊരു കാര്യം പറയാനാ ഞങ്ങളിപ്പോ വന്നത്. വലിയ സന്തോഷമുള്ള കാര്യാ. എന്താ? അതേ, ഇപ്രാവശ്യത്തെ കർഷകശ്രീ അവാർഡ് ശീതളിന് തരാനാ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ്. അത് പറയാൻ വേണ്ടിയിട്ടും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങള് വന്നത്. എന്താ ഈ വാർത്ത കേട്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത? സാറേ, 3 വർഷമായി എൻ്റെ കൃഷി മുഴുവൻ നശിച്ചിട്ട്. അതിന് ഒരു ധനസഹായം കാർഷിക വകുപ്പിൽ നിന്ന് തരും എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ കയറിയിറങ്ങി നടക്കാൻ ഓഫീസ് മുഴുവൻ. ആണാ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളെപ്പോലുള്ളൊരു ഈ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ഉപജീവനം തന്നെ കഴിയണത് സാറേ. ഒരു നിവർത്തി എന്നോടൊക്കെ ഇല്ലാണ്ടായപ്പോഴാണ് കുറച്ച് പൈസ ഞാൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് പിറ്റത്തെ വർഷം കൃഷി ഇറക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞുകൂടി പോവോ, ലോൺ അടയ്ക്കോ? ലോൺ അടയ്ക്കുക അല്ലാണ്ട് അവസാനപ്പതാ ഈ പുറയുടെ കൂടി ജപ്തിയായിരിക്കും. എന്നെ കൊണ്ടൊരു നിവർത്തിയില്ലാണ്ട് നിൽക്കാൻ ഞാൻ. അതിനെന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല വെച്ചാൽ എന്തിനാ സാറേ ഈ ഒരു പ്രഹസനം, ഈ ഒരു അവാർഡും,
ഈ പറഞ്ഞ മാതിരി പൊന്നാടാണെങ്കിലും ആ കാശെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും എനിക്ക് തായോ സാറേ. ഇവിടെ കഞ്ഞി കുടിച്ചു പോകും. ഗതികേടുകൊണ്ട് പറയണതാ സാറേ. ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സഹായമാണ് ചെയ്തു തരേണ്ടത്. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സംവിധാനം. അല്ലാണ്ട് ഈ വക അവാർഡ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ.